ഹായ് മച്ചാമാരെ, സൈറ്റിലാണുള്ളത്. അന്നേരം രാവിലെ കുറച്ച് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയാലോ നിങ്ങൾ നോക്കും. അതിനൊരു സവാള കട്ട് ചെയ്യാവേ. സവാളയും പച്ചമുളകും ഒരു ക്യാരറ്റും എടുത്ത് വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് അരിയാം. അപ്പം സവാള കട്ട് ചെയ്യാം. ഉപ്മാവ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, ഒരു പരീക്ഷണം. സവാള അരിഞ്ഞു, ഇനി പച്ചമുളക് അരിയാം. ചുമ്മാ കണുകണാന്നും പറഞ്ഞ് വെട്ടിയിട്ടാൽ മതി, ഒന്നും നോക്കണ്ട. ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ ആരും കുറ്റമൊന്നും പറയാനില്ല. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവാളയും ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും ചെറുതായിട്ട് അരിയാം. ക്യാരറ്റ് കഴിഞ്ഞു. ഞാൻ പലകിടത്തുള്ള ടീർ വെച്ചത്. അപ്പോൾ ഇനി അതിൻ്റെ ഇന്നത്തെ ആവശ്യമില്ല, നാളെ ഉള്ളൂ. അപ്പം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചട്ടിയൊക്കെ നേരത്തെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. ഗ്യാസ് തീ കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 മുട്ട ഫസ്റ്റ് ചിക്കി എടുക്കാം. എടുത്ത് കഴിഞ്ഞിട്ട് ഉപ്മാവ് ഉണ്ടാക്കാം. ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാനൊന്നുമില്ല. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് നല്ലോണം പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടുമ്പോൾ 2 മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ചെറുങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു കുറച്ച് ഉപ്പ് ഇടാം. എന്നിട്ടൊന്ന് ഇളക്കി മറിക്കാം. ഒന്നാമത് സമയമില്ല, താമസിച്ചു എണീറ്റപ്പം. അതുകൊണ്ട് തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കുകയാണ്. നല്ലോണം ഇളക്കി അങ്ങ് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ സൈറ്റിലെ ഫുഡുകൾ. അപ്പം ഏകദേശം മുട്ടേൻ്റെ റെഡിയായി. ഞങ്ങൾക്കൊരു ചട്ടിയിലേക്ക് എടുത്ത് തട്ടാം, പാത്രത്തിലേക്ക് എടുത്ത് തട്ടാം.
ഇപ്പൊ എടുത്ത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയേ. പിന്നെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ഇച്ചിരി കടുകും കൂടി ഇടാം. കടുക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ക്യാരറ്റും കൂടി എടുത്ത് നമുക്ക് അതിനകത്തേക്ക് ഇടാം. എല്ലാം ഒന്നിച്ചങ്ങ് ഇടുക. ഓരോന്നോരോന്നിടാനുള്ള സമയമില്ല, ലേറ്റായി പോയതുകൊണ്ട്. എല്ലാം കൂടി ഇട്ടോ ഒറ്റ വരട്ടില്. ഇതാണ് സവോള അങ്ങ് മുറിഞ്ഞിട്ട് വിട്ടു പോയതുമില്ല. എങ്ങനെയാണെങ്കിലും ചൂണ് കൊണ്ടാൽ കുറേ ഇളക്കി അങ്ങ് പൊട്ടിക്കാം. ഞാനതേ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടേക്കാം. ഒരു കുറച്ച് പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാം. പിന്നെ ആട്ടിപ്പിടിച്ചൊരു ഒറ്റ ഇളക്കും കൂടി. ഏകദേശം കുറച്ച് ഇതായിട്ടുണ്ട്. ഒരുപാട് സമയമില്ല. കുറച്ച് പെട്ടെന്ന് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് കുറച്ച് മതി, ഒരുപാട് വേണ്ടല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കാം. അതൊന്ന് തിളക്കട്ടെ. ഇപ്പം തിളച്ചു. ഇനി നമുക്ക് റവ ഇടാം. പാക്കറ്റ് റവയാണ് മേടിച്ചത്. അളവൊന്നും അറിയില്ല, അങ്ങ് തട്ടി കൊടുക്കണം. ഏകദേശം മതിയെന്ന് തോന്നി. സംഭവം കൂടുതലാന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. തൊട്ടി ഇനി അങ്ങ് ഇളക്കുക. എനിക്ക് അത് നല്ലൊരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടി പിടിക്കാണ്ടങ്ങ് ഇളകി കൊടുക്കാം. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇളക്കി ഏകദേശമായി തുടങ്ങി. നല്ല മരണമാസ ഇളക്കം നടണം. അടി പിടിച്ചു പോകാൻ പാടില്ല. അടി പിടിക്കാണ്ട് ഉള്ള ഇളക്കലാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല സംഭവമായി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
നമ്മുടെ തട്ടിക്കൂട്ട് ഉപ്മാവ്. തട്ടിക്കൂട്ട് ഉപ്മാവ്. കാണാൻ നല്ല ഭംഗിയുണ്ട് മുട്ട, കേട്ടോ. മുട്ട. രാവിലെ ഉപ്പുമാവും മുട്ടയും. ഉപ്മാവ്, മുട്ട. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉപ്പുമാവും മുട്ടയും കൂടി എടുത്തു. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ഇനി കുറ്റമൊന്നും പറയാനുമില്ല. ഉപ്പോ എരിവോ മുളകോ എന്നാ കൂടിയാലും സൂപ്പർ. ഒന്നും വേറൊന്നും പറയാനില്ല. ഒരു ഗ്ലാസ് കട്ടൻ. ഐറ്റംസ്.